ഷോർട്സുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ഇടാമെന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓരോന്ന് ചിന്തിക്കുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി ചില കാര്യങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത്. ഗുഡ് ഈവനിങ്. ഇത് നിങ്ങളുടെ വിൻസാണ്, റോസാണ്, റോസ് വേൾഡ്. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും വീണ്ടും ഉണ്ടാവുക. എല്ലാവരുടെയും ലൈക്സൊക്കെ ഉണ്ടായി, പക്ഷേ വളരെ കുറച്ച് കമൻസൊക്കെ കേട്ടിട്ടുള്ളൂ. സബ്സ്ക്രിപ്ഷൻസ് എല്ലാം കുറച്ച് കൂടി, പക്ഷേ അതിലൊന്നും ഞാൻ അങ്ങോട്ട് എന്താ പറയുന്നത്, നമ്മളതങ്ങോട്ട് മുഖതാവിലെടുക്കുന്നില്ല. അതല്ല ഇമ്പോർട്ടൻറ്റ്. മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം ഒരൊറ്റ ജീവിതമാണ്. നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ചില അനുഭവങ്ങൾ, ചില ഇൻസ്പിറേഷൻസ്, ചില ആലോചനകൾ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അത് പറഞ്ഞിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും അത് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ ചാനൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെപ്പറ്റി വിശകലനം ചെയ്യുക അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവങ്ങൾ ഒക്കെ നമ്മളൊരു അനുഭവക്കുറിപ്പുകൾ എഴുതുന്ന പോലെ നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ സേവ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം കിട്ടുമ്പോൾ 1-2 വീഡിയോസ് ഒരുമിച്ചിടുക, അതാണ് എൻ്റെ ഒരു രീതി. കാരണം ഒരു ഫുൾ യൂട്യൂബ് വീഡിയോ ആയിട്ട് തുടങ്ങിയിട്ടില്ല, പതിയെ തുടങ്ങണം. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രധാന മെസ്സേജാണ്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അത് കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ, ഗോ ഓൺ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇത് മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ അങ്ങനൊന്നും ആയിട്ട് എടുക്കണ്ട. എൻ്റെ ലൈഫിൽ നിന്നുള്ള ഒരു ചെറിയ ലെസൺ ഞാൻ പറഞ്ഞുതരാണ്. ഇത് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഉപകാരപ്പെട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ജീവിതത്തിലൊന്നും ആയില്ല, ഒന്നും അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഒരു ചെറിയ മാറ്റമാണെന്നുണ്ടെങ്കിലും അതൊരു മാറ്റമാണ്. അതായത് ഒരു ചെറിയൊരു ചേഞ്ച്. കഴിഞ്ഞ വർഷത്തിൽ ഈ സമയം നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾ എന്തെടുക്കുമായിരുന്നു, ലൈക്ക് നിങ്ങളുടെ ജോലി, ഫാമിലി ലൈഫ്, സോഷ്യൽ ഇൻട്രാക്ഷൻസ്, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ആരോഗ്യം, ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റക്കുറച്ചുകളുണ്ടോ, ഗ്രാഫ് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ചേഞ്ച് ഉണ്ടോ, അത് ഗ്രേറ്റാണ്. ഇഫ് എ ചേഞ്ച് ഹാപ്പൻ, ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഒരു ചേഞ്ചാണ് അത്, അല്ലേ? എന്തോ ഉണ്ടായി, അതിൽ നമ്മുടെ എഫേർട്ടും കൂടെ ഉണ്ടായിട്ടാണ് ഉണ്ടായതെങ്കിൽ അത് ആ എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എഫേർട്ട് വീണ്ടും വീണ്ടും ഇടുക. മടി ഉണ്ടാവും, ഇതെല്ലാം നോർമലാണ്. നമ്മൾ മടി പിടിച്ചിരിക്കും, എന്നാലും മടി മാറുന്നൊരു സമയമുണ്ട്. അപ്പോൾ എഫേർട്ട് ഇടുക. നമ്മൾ എല്ലാ ദിവസവും ബോറടിച്ച് മടി പിടിച്ചിരിക്കുന്ന ദിവസം അല്ലാതെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗുഡ് നൈറ്റ്.